ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള പോപ്കോൺ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പോപ്കോൺ നമ്മൾ ഇന്ന് കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. അതിനായി ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ കുക്കർ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണ്ട എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉണങ്ങിയ ചോളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 125 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഉണങ്ങിയ ചോളം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് ഇതേപോലെ 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ നമുക്കിത് മൂടി വയ്ക്കാം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ ഒരുപാടങ്ങ് കുറച്ച് വയ്ക്കേണ്ടതില്ല. കുക്കറിൽ നിന്നും ഇതേപോലെ ചോളം പൊട്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഇത് മുഴുവനായും പൊട്ടി തീരുന്നത് വരെ കുക്കർ ഓപ്പൺ ചെയ്യാതിരിക്കണം. ഈ സൗണ്ട് മുഴുവനായി നിൽക്കുമ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് മുഴുവനും പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു 1/2 കപ്പ് ചോളത്തിൽ നിന്നും നമുക്ക് ഈ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ നിന്നൊക്കെ നമ്മൾ സാധാരണയായി വാങ്ങിക്കഴിക്കാറുള്ള ബട്ടർ പോപ്കോൺ ഇനി നമുക്ക് എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഇനി ഇത് കടയിൽ നിന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഇതേപോലൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.